people, welcome back to another episode of Campus Search. Actually, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ അണ്ടർറേറ്റഡ് ആയ എന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ്, എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എക്കണോമിക്സിനൊക്കെ എന്താ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നല്ലേ. എക്കണോമിക്സിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചില എക്കണോമിസ്റ്റിന്റെ പേര് കേട്ടാൽ മതി. മുൻ RBI ഗവർണർ രഘുറാം രാജൻ, നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്, അമേരിക്കൻ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയ ഗീത ഗോപിനാഥ് എന്നീ പേരുകൾ കുറച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരൊക്കെ എക്കണോമിസ്റ്റ് ആണ്. അപ്പോൾ ഈ പേരുകളിലൂടെ നിങ്ങൾക്ക് എക്കണോമിസ്റ്റുകളുടെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റും. അത്രത്തോളം റെലവെന്റ് അല്ലേ, എസ്പെഷ്യലി ഡിമോണറ്റൈസേഷനൊക്കെ ശേഷം അത്രത്തോളം റെലവെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് അറിയില്ല. അതുപോലെ തന്നെ കുറേ പേർക്ക് എക്കണോമിക്സ് ഒരു ആർട്ട് കോഴ്സ് ആയിട്ട്, അതായത് ഒരു BA എക്കണോമിക്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ. റെഗുലർ ആയിട്ട് നമ്മുടെ കോളേജസിലൊക്കെ ഉള്ള ഒരു കോഴ്സാണ് BA എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും എക്കണോമിക്സ് ഒരു സയൻസ് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ്. So, what is BSc Economics? BSc Economics is a full-time 3-year undergraduate course that deals with the study of mathematics and statistical theories related to economics, created for the aspirants to take a keen advantage of the mathematics to better understand the world. BA എക്കണോമിക്സും BSc എക്കണോമിക്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ BA എക്കണോമിക്സിൽ കൂടുതലും തിയറി ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. വേറെസ് ഇൻ BSc എക്കണോമിക്സ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ നോളേജും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ മാത്തമാറ്റിക്കൽ നോളേജും സ്റ്റാറ്റിസ്റ്റിക്കൽ നോളേജും ഏറ്റവും കൂടുതൽ ലഭിക്കുക BSc എക്കണോമിക്സിലൂടെ ആയിരിക്കും. 6 സെമസ്റ്ററുകളായിട്ടാണ് BSc എക്കണോമിക്സ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. മെറിറ്റ് ബേസിസിലും എൻട്രൻസ് എക്സാം ത്രൂവും അഡ്മിഷൻ നടത്താം. അപ്പം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത് എന്നുള്ള ബേസിസിലായിരിക്കും, മെറിറ്റ് ബേസിസിലാണോ എൻട്രൻസ് എക്സാം ത്രൂ ആണോ നിങ്ങളുടെ അഡ്മിഷൻ എന്ന് ഡിസൈഡ് ചെയ്യാം. പല ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അതിലൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 17 to 23 ഇയർ ഓഫ് ഏജിലുള്ളവർക്ക് മാത്രമേ BSc എക്കണോമിക്സിന് പോകാൻ പറ്റൂ എന്നുള്ളതാണ്. അതും കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്രൈറ്റീരിയാസ് മാറാറുണ്ട്. കമ്മിങ് ടു എൻട്രൻസ് എക്സാംസ്, നിങ്ങൾക്ക് എഴുതാൻ വരുന്ന ചില എൻട്രൻസ് എക്സാംസ് എന്ന് പറയുന്നത് DUET, NPET, CUET, CUCET തുടങ്ങിയവയാണ്. അപ്പോൾ ഏത് കോളേജിലാണോ നിങ്ങൾ പോകുന്നത്, ഏത് എൻട്രൻസ് എക്സാം ആണ്, അതായത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ടേംസിലുള്ള എൻട്രൻസ് എക്സാം ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. The ability to think logically and critically, the ability to simplify complex issues and extract the relevant pieces of information, data analysis, written and spoken communication skills, problem solving using initiative, time management, commercial and cultural awareness, teamwork and interpersonal skills. ഇതൊക്കെയാണ് എക്കണോമിക്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റിക്വയർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി ഈ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ഇന്ത്യൻ എക്കോണമി, ലോ ആൻഡ് എക്കണോമിക്സ് തിയറി, റിസർച്ച് മെത്തഡോളജി, എക്കണോമിക് ജേർണലിസം, എക്കണോമിക് തോട്ട്സ് എന്നിവ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് സിലബസിൽ കുറച്ച് മാറ്റങ്ങൾ വരും. എന്നിരുന്നാലും ബേസിക് ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ആയിരിക്കും പഠിക്കേണ്ടി വരിക. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എക്കണോമിക്സ് ഗ്രാജുവേറ്റ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. sole proprietorships, partnerships, small and mid-sized business, large corporations and multinationals, professional and trade associations, trade unions, any private sectors, SBI, military, international trade, public transit, public education, government college, school, ISRO തുടങ്ങിയ public sectorsലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, എക്കണോമിസ്റ്റ്, ഓഡിറ്റർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, റിസ്ക് അനലിസ്റ്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആക്ച്വറി, അസിസ്റ്റന്റ് ഓഡിറ്റർ, ജൂനിയർ എക്കണോമിസ്റ്റ്, അസിസ്റ്റന്റ് എക്കണോമിസ്റ്റ്, ജൂനിയർ ഓഫീസർ എന്നിവയാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ചില ജോബ് പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. IAS എക്സാമിന് നിങ്ങൾക്ക് ഡിഗ്രിക്ക് ശേഷം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. IAS എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള സർവീസ് ആണ്. എക്സാമും UPSC ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമും വരും. അപ്പോൾ നിങ്ങൾക്കൊരു IAS ആസ്പിറന്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc എക്കണോമിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എക്സ്പീഡിയ, നെറ്റ്ഫ്ലിക്സ്, മൈക്രോസോഫ്റ്റ്, പാൻഡോറ, ജിയോ, എയർടെൽ, HDFC ബാങ്ക് എന്നീ കമ്പനീസും എക്കണോമിക്സ് ഗ്രാജുവേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിനാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc ഓണേഴ്സ് ഇൻ എക്കണോമിക്സ്, MSc ഇൻ ഫിനാൻഷ്യൽ എക്കണോമിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, MSc ഇൻ അപ്ലൈഡ് എക്കണോമെട്രിക്സ്, MSc ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, MCom ഇൻ റൂറൽ എക്കണോമിക്സ്, MA ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് എന്നിവയാണ് ചില ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് കോളേജിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അവിടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ ടേംസിലായിരിക്കും നിങ്ങൾക്ക് PG എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് BSc എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു സർഫസ് ലെവലിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമ്പസ് സെഷനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അപ്പം കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Varsha Singh. Bye, toodles.